ഹലോ നമസ്കാരം. സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. മെഴുവേലു ബാബുജിയുടെ കന്യക എന്ന നോവലിൻ്റെ 14ാമത്തെ എപ്പിസോഡ്. രതീന്ദ്രൻ മതയാന കണക്കെ സംഹാരരുദ്രനായിട്ട് പാഞ്ഞിറങ്ങുന്നത് കണ്ട് ഷീല കിടിലം കൊണ്ടുപോയി. പ്രതിക്കൂട്ടിനരികിലായിട്ട് നിലയുറപ്പിച്ചിരുന്ന പോലീസുകാർ പെട്ടെന്ന് രതീന്ദ്രനെ പിടികൂടി. രതീന്ദ്രൻ സർവ്വ കരുത്തെടുത്ത് അവരെ കുതിരിക്കാൻ ശ്രമിച്ചു. കൊല്ലും, ഞാൻ അവളെ കൊല്ലും, അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ പുലമ്പി. പോലീസുകാർ ബലം പ്രയോഗിച്ച് അവനെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. കോടതിക്കറിയാമോ? രതീന്ദ്രൻ ഉറക്കെ വിളിച്ചലറി. ഇവിടുത്തെ വക്കീലുകാർക്ക് അറിയാമോ? പിശാചാണവൾ, വഞ്ചകി. ജീവിതത്തിൽ ഞാനൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അവളുടെ ജീവൻ ഒരിക്കൽ ഞാൻ രക്ഷിച്ചു. അതിന് പകരം അവളെന്നെ ചതിച്ചു, കള്ളക്കേസിൽ കുടുക്കി. പോലീസിനെ കൊണ്ട് ക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചു. സഹോദരനെ കൊണ്ട് എൻ്റെ അച്ഛനെ കൊല്ലിച്ചു. ഒടുവിൽ ഷിബുവിനെ കൊന്ന് ആ കുറ്റം എൻ്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. ഇവളും മഹേന്ദ്രനും കൂടിയാണ് ഷിബുവിനെ കൊന്നത്. എന്തിനാണെന്നറിയാമോ? ഷിബു ഇവളെ റേപ്പ് ചെയ്തതിന് ഞാനതിന് ദൃക്സാക്ഷിയാണ്. പ്രോസിക്യൂഷൻ വക്കീൽ ഉടൻ ഒബ്ജക്ഷൻ ഉന്നയിച്ചു. പ്രതി സുബോധമില്ലാതെ സാക്ഷികളെ അപമാനിക്കുന്ന വിധം സംസാരിക്കുന്നു. നിങ്ങൾ പ്രസംഗമൊന്നും നടത്തണ്ട, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മതി. കോടതി രതീന്ദ്രനെ താക്കീത് ചെയ്തു. രതീന്ദ്രൻ കലിയടക്കി നിശബ്ദനായി. ഷീല രതീന്ദ്രനെ നോക്കി നിന്ദാസൂചകമായിട്ട് ചുണ്ടുകൂട്ടി. ഷീലയെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സാക്ഷിയെ വിസ്തരിക്കാൻ വിളിച്ചു. ഷിബുവിൻ്റെ ജ്യേഷ്ഠൻ ജോർജായിരുന്നത്. പ്രോസിക്യൂഷൻ വക്കീൽ ചോദ്യങ്ങൾ ആരംഭിച്ചു. നിങ്ങളുടെ അനുജൻ ഷിബുവും ഈ നിൽക്കുന്ന പ്രതിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? ഉവ്വ്. എവിടെ വെച്ചാണെന്ന് അറിയാമോ? കോളേജിൽ വെച്ച്. ഷിബുവിനെ കോളേജിൽ നിന്നും ഡിസ്മിസ് ചെയ്തിരുന്നല്ലേ? ഉവ്വ്. രതീന്ദ്രനുമായി നടത്തിയ വഴക്കിൻ്റെ പേരിലല്ലേ? അതെ. ഷിബുവിന് രതീന്ദ്രനോട് വൈരാഗ്യമുള്ളതായിട്ട് അറിയാമോ? അറിയില്ല. ഷിബു ജോസഫ് കൊല്ലപ്പെട്ട രാത്രിയിൽ രതീന്ദ്രൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? ഇല്ല. ഫോണിൽ വിളിച്ചിരുന്നോ? വിളിച്ചു. ഷിബുവിനെ ലൈനിൽ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഷിബുവും രതീന്ദ്രനും ഫോണിലൂടെ സംസാരിച്ചു. അതിനുശേഷം ഷിബു രതീന്ദ്രനെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയി. പിന്നീട് പ്രതി താങ്കളെ വിളിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ വിളിച്ച് ഷിബു ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പോലീസിൽ പരാതിപ്പെടാൻ നിർദ്ദേശിച്ചു. പ്രോസിക്യൂട്ടർ ഷിബുവിൻ്റെ ജ്യേഷ്ഠന് ശേഷം അടുത്ത സാക്ഷിയെ വിസ്തരിക്കാൻ തുടങ്ങി. നിരവധി സാക്ഷികളെയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. കേസ് അവധിക്ക് നീണ്ടുപോയി. പല മാസങ്ങൾ കഴിഞ്ഞു. രതീന്ദ്രന്റെ ജാമ്യം അനുവദിക്കപ്പെട്ടില്ല. കോടതിയിൽ വെച്ച് ഷീലയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് തന്നെ ഒരു പ്രധാന തടസ്സമായിട്ട്. രതീന്ദ്രന്റെ വക്കീലിന് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പ്രോസിക്യൂഷൻ രതീന്ദ്രനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. സുഭദ്രാമ്മ കൂടെ വക്കീലിനെ കാണാൻ എത്തിക്കൊണ്ടിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നറിയാൻ. കേസിൻ്റെ വാദം തീർന്നില്ലല്ലോ സുഭദ്രാമ്മേ. എന്നിട്ടല്ലേ എന്തെങ്കിലും പ്രതീക്ഷിക്കാനൊക്കൂ. വക്കീലിൻ്റെ ഒഴുക്കമട്ടിലുള്ള മറുപടി സുഭദ്രാമ്മയുടെ മനസ്സിൽ ഭീതി വളർത്താനേ ഉപകരിച്ചിട്ടുള്ളൂ. ആ സ്ത്രീ ചകിതചിത്തയായി. ഇനി ആരെ സമീപിക്കും? മകനെ എങ്ങനെ രക്ഷിക്കും? ഏറ്റവും നല്ല വക്കീലിനെയാണ് അവന് വേണ്ടി ഏർപ്പാട് ചെയ്തത്. അതുകൊണ്ട് ഒരു ഫലവുമില്ലെന്നോ? ഇനി എന്ത് ചെയ്യണമെന്ന് ആ അമ്മയ്ക്കറിയില്ല. കേസ് ഏറ്റെടുത്തത് മടയത്തരമായി പോയെന്ന് വക്കീലിന് തോന്നി. ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഒരു പഴുതും കാണാനില്ല. ഒന്നും ആലോചിക്കാതെ ഇതുപോലൊരു കേസ് ഏറ്റെടുത്തതിലാണ് കുണ്ഠിതം. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല. കേസ് നല്ലപോലെ പഠിച്ച ശേഷമേ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. കേസ് ഹിയറിങ്ങിൻ്റെ അവസാന ദിവസം പ്രോസിക്യൂഷൻ വക്കീൽ ശരിക്കും ശോഭിച്ചു. ഇതുവരെ നടന്ന കേസ് വിസ്താരത്തിൽ നിന്നും പ്രതി രതീന്ദ്രൻ കുറ്റവാളിയാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. വക്കീൽ തുറന്നു. പ്രതി കൊല നടത്തിയിട്ടുണ്ടെന്ന് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. കൊല്ലപ്പെട്ട ഷിബുവും പ്രതിയും തമ്മിൽ കോളേജിൽ വെച്ചുണ്ടായ വഴക്കിനും രേഖകൾ പോലും ഉണ്ട്. ഷിബു പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ തെളിവുകളുമുണ്ട്. അവർ തമ്മിലുള്ള വൈരാഗ്യം നിലനിൽക്കെയാണ് പ്രതിയുടെ അച്ഛൻ കൊലപ്പെട്ടത്. ഷിബു ആണത് ചെയ്തതെന്ന് പ്രതി തെറ്റിദ്ധരിച്ചതായും പ്രതിയുടെ ഗേൾഫ്രണ്ടായ ഷീല നൽകിയ മൊഴിയിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഷീലയും പ്രതിയും തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള കാരണം തന്നെ പ്രതി ഷിബുവിനെ കൊല്ലാനെടുത്ത തീരുമാനമാണ്. കൊല്ലുന്നത് എങ്ങനെയെന്ന് പോലും പ്രതി ഷീലയെ അറിയിച്ചിരുന്നു. ഏതാണ്ട് അതേ മട്ടിലാണ് നടത്തിയിരിക്കുന്നത്. ഷിബു കൊല്ലപ്പെട്ട അന്ന് വൈകുന്നേരം പ്രതി ഷിബുവിൻ്റെ ഫോണിൽ വിളിച്ചിരുന്നു. പ്രതിയുടെ അടുത്തേക്കെന്ന് പറഞ്ഞാണ് ഷിബു പോയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രതി ഷിബുവിനെ വിളിച്ചു വരുത്തി കൊല ചെയ്തതെന്നാണ്. ഷിബുവിൻ്റെ മൃതദേഹം പ്രതി മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് പോലീസ് പിന്തുടർന്ന് കാറിൻ്റെ ഡിക്കിയിൽ നിന്നും കണ്ടെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. മൃതദേഹം പൊതിഞ്ഞിരുന്ന ബെഡ്ഷീറ്റ് പ്രതിയുടെ ബെഡ്റൂമിലേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയ കത്തിയിൽ പ്രതിയുടെ വിരൽപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നെല്ലാം തെളിയുന്നത് പ്രതി ഷിബുവിനെ കരുതിക്കൂട്ടി കൊല ചെയ്യുകയായിരുന്നു എന്നാണ്.
അതിൽ പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് ഒരു കൊലപാതകിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയെ വധശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ശുപാർശ ചെയ്യുന്നു. പ്രതിവാദം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. രതീന്ദ്രൻ്റെ അഡ്വക്കേറ്റാണ് എഴുന്നേറ്റ് നിന്നത്. എൻ്റെ കക്ഷി നിരപരാധിയാണ്, അതിനാൽ അയാൾ ശിക്ഷ അർഹിക്കുന്നില്ല. അയാളെ വെറുതെ വിടാൻ ദയവുണ്ടാകണം. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നീതി അനുസരിച്ച് കോടതി എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രതിവാദം വക്കീൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. കോടതി വിധി പറയാൻ അവധി വെച്ച് പിരിഞ്ഞു. രതീന്ദ്രനൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുക അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറ്റവാളികൾ അനേകം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീതിയുടെ രാജ്യത്ത് നിരപരാധിക്ക് ശിക്ഷയില്ല. ശിക്ഷിക്കപ്പെടുക എന്നത് അസാധ്യവും അവിശ്വസനീയവുമായി അയാൾക്ക് തോന്നി. വിധി പ്രഖ്യാപനത്തിൻ്റെ ദിവസമെത്തി. സുഭദ്രാമ്മ വക്കീലിനോടൊപ്പം കോടതിയിലെത്തിയിരുന്നു. മകനെ വിട്ടയക്കണമെന്ന് അവരുടെ പ്രതീക്ഷ. ജഡ്ജി വിധി വായന ആരംഭിച്ചു. കോടതിയിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. പ്രതി കരുതിക്കൂട്ടി കൊല നടത്തിയിരിക്കുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പിനനുസരിച്ച് പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായ മരണം വരെ തൂക്കിലിടാൻ വിധിച്ചുകൊണ്ട് ജഡ്ജി വിധി വായന ഉപസംഹരിച്ചു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് സാക്ഷികൾക്കെതിരെ വധഭീഷണി മുഴക്കിയതിനും വേറൊരു 3 വർഷത്തെ തടവ് കൂടി കോടതി വിധിക്കുകയുണ്ടായി. അധ്യായം 22. കോടതിയിൽ പിറുപിറുക്കലുകൾ ഉയർന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ന്യായാധിപൻ്റെ ചോദ്യം. രതീന്ദ്രൻ അഴികളിൽ മുറുകെ പിടിച്ചു. ഇല്ലെന്ന് അയാൾ വിലങ്ങനെ തലയാട്ടി. ചുറ്റോട് ചുറ്റും പകച്ചു നോക്കിക്കൊണ്ടിരുന്ന രതീന്ദ്രന് വിധി പ്രഖ്യാപനം നടന്നിട്ടില്ലെന്ന് തോന്നി. ഒരു നാടകം നടക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്വപ്നം. ഇപ്പോൾ രംഗം മാറും. അല്ലെങ്കിൽ സ്വപ്നം മാഞ്ഞു പോകും. ഇത് സത്യമല്ലെന്ന് തീർച്ച. ഓ, സംഭവിച്ചതാണോ? വിധി പ്രഖ്യാപനം നടന്നോ? എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഒരുപക്ഷെ തന്നെ മറുപടിയായിരിക്കും മുഖ്യം. ഒരുപക്ഷെ വിധിയെ തിരുത്താൻ പോലും അതിന് കഴിഞ്ഞിരിക്കും. ജഡ്ജി ഫയൽ മടക്കി കഴിഞ്ഞു. കോടതി പിരിയുകയാണെന്ന് അറിയിപ്പ്. ഞാൻ നിരപരാധിയാണ്, രതീന്ദ്രൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആളുകൾ അന്തം വിട്ട് നോക്കി നിന്നു. ജഡ്ജി തമാശ കേട്ടതുപോലെ പൊട്ടിച്ചിരിച്ചു. തുടർന്ന് കൂട്ടച്ചിരി മുഴുകി. കോടതി പിരിഞ്ഞു. ഇനി പറയുന്നൊന്നും രേഖകളിലുണ്ടാവില്ല, ആരോ സഹതാപത്തോടെ പറഞ്ഞു. രതീന്ദ്രൻ്റെ വക്കീൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോലീസ് രതീന്ദ്രനെ വിലങ്ങ് വെച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. സുഭദ്രാമ്മ ഞെട്ടിപ്പകച്ചു നിൽക്കുകയായിരുന്നു. ആർക്കും വിധി വിശ്വസിക്കാൻ കഴിയുന്നില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നത്രേ. മകനെ പോലീസ് നടത്തിക്കൊണ്ടുവരുന്നത് കണ്ടു. രതീന്ദ്രൻ അമ്മയൊന്ന് നോക്കി. ഒരു നിമിഷം നിന്നു. അമ്മേ. സുഭദ്രാമ്മ തേങ്ങിപ്പോയി. ഞാൻ പല കൊള്ളരുതായ്മകളും കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അമ്മ ഞാനീ പറയുന്നത് വിശ്വസിക്കണം. ഷിബുവിനെ കൊന്നത് ഞാനല്ല. ചെയ്യാത്ത തെറ്റിനെ ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പുറത്തു വരും. ഈ വിധി എൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ച ചതിയന്മാരോട് പകരം വീട്ടും. അതിനുശേഷം ഞാൻ തൂക്കുമരത്തിന് കീഴടങ്ങും. രതീന്ദ്രൻ നടന്നു നീങ്ങി. മോനെ. സുഭദ്രാമ്മ നെഞ്ചുപൊട്ടി വിലപിച്ചു. ആ സാധു സ്ത്രീ കോടതി വരാന്തയിൽ ബോധമറ്റ് വീണു. മഹേന്ദ്രൻ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന പുതിയ വീട്ടിൽ വലിയ ആഘോഷം നടക്കുകയാണ്. കേസിൻ്റെ വിജയാഘോഷം. മഹേന്ദ്രനും ഷീലയും ഇൻസ്പെക്ടർ വിജയരാഘവനും മറ്റ് സഹായികളുമുണ്ട്. വലിയ ഡൈനിങ് ടേബിളിൽ തീറ്റി സാധനങ്ങളും മദ്യചഷകങ്ങളും നിറഞ്ഞിരിക്കുന്നു. മഹേന്ദ്രനും ഇൻസ്പെക്ടറും ഹെഡ് കോൺസ്റ്റബിളും പ്രോസിക്യൂട്ടറുമാണ് മേശയ്ക്ക് ചുറ്റും. മറ്റൊരു മേശയിൽ മഹേന്ദ്രൻ്റെ ഗുണ്ടകളും. അങ്ങനെ അവസാനം നമ്മളവനെ തകർത്തു, മഹേന്ദ്രൻ പറഞ്ഞു. തീർത്തും പറഞ്ഞുകൂടാ, അവൻ അപ്പീൽ പോകാമല്ലോ, ഷീല അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇനി അപ്പീൽ പോയാലും അവന് രക്ഷയൊന്നുമില്ല. സകല തെളിവുകളും അവനെതിരാ. നല്ല ഒന്നാന്തരം തെളിവുകളല്ലേ എല്ലാം. അതിനെ ഖണ്ഡിക്കാൻ ആർക്കും പറ്റില്ല. അല്ലെങ്കിലും അഡ്വക്കേറ്റ് ശ്രീധരമേനോൻ തോറ്റെടുത്ത് വേറെ ആര് ജയിക്കാനാ? പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഷീല ഗ്ലാസ്സിലേക്ക് ബിയർ പകർന്ന് മൊത്തി കുടിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവർ വീര്യമേറിയ വിദേശ മദ്യമാണ് വിഴുങ്ങുന്നത്. എന്നോടാ നിങ്ങൾക്കെല്ലാം കടപ്പാട് വേണ്ടത്, ഇൻസ്പെക്ടർ വിജയരാഘവൻ പറഞ്ഞു. ഞാനവനെ പൂട്ടിയത്. ഒന്നാന്തരം കത്രിക പൂട്ടിട്ടിട്ട്. അവൻ്റെ പിശാശ് പോലും രക്ഷപ്പെടാത്തതുപോലെ കൊലക്കത്തിയിലെ ഫിംഗർ പ്രിൻറ്റും അവൻ്റെ ബെഡ്ഷീറ്റും ഞാനുണ്ടാക്കിയതാ. എനിക്കിതെല്ലാം അറിയാൻ സാർ.
സാറിനോട് ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും, മഹേന്ദ്രൻ പറഞ്ഞു. ഏതായാലും ഒരു ശല്യം തീർന്നു, ഷീല സമാധാനത്തോടെ പറഞ്ഞു. മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം ഞാൻ. അവൻ കാരണം എന്തെല്ലാം സംഭവിച്ചു. എൻ്റെ മനസ്സുപോലും മാറിപ്പോയി. എന്തു ക്രൂരത കാട്ടാനും മടിയില്ലാത്ത പോലെ അവനൊരുത്തനാ സകലത്തിനും കാരണം. ആഹാ, ഇനി പേടിക്കണ്ടല്ലോ, ഇൻസ്പെക്ടർ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഷീല മറ്റാരും കാണാതെ അത് മടക്കി കൊടുത്തു. ആദ്യം മുതൽ ഇൻസ്പെക്ടർക്ക് ഷീലയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഷീല അത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ ചെറുപ്പക്കാരനാണ്, ഒത്ത ശരീരം, കരുത്തൻ, നിറവൽപ്പം മങ്ങിയിട്ടാണെങ്കിലും കാണാൻ ഭംഗിയുള്ളവൻ. ഷീലയോട് സംസാരിക്കാനോ അവളെ ഒന്ന് മുട്ടിയുരുമാനോ കിട്ടുന്ന ഒരവസരവും അയാൾ പാഴാക്കിയില്ല. അവളുടെ മാദക സൗന്ദര്യം അയാളെ മത്തുപിടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ചെഞ്ചുണ്ടുകളിൽ ചുംബിക്കാൻ അനുവാദം കിട്ടുമെങ്കിൽ ഒരാളെ കൊല്ലാൻ പോലും അയാൾ തയ്യാറായിരുന്നു. ആഘോഷങ്ങൾ പൊടിപിടിച്ചു. സന്ധ്യ കഴിഞ്ഞു. സൽക്കാരം അവസാനിച്ചു. ഓരോരുത്തരും മടങ്ങുകയാണ്. പ്രോസിക്യൂട്ടർ അയാളുടെ കാറിൽ മടങ്ങിപ്പോയി. ഹെഡ് കോൺസ്റ്റബിൾ ഒരു ഓട്ടോറിക്ഷയിലാണ് മടങ്ങിപ്പോയത്. ഷീല പൊയ്ക്കോ, ഞാനിന്ന് വീട്ടിലേക്കില്ല, ഇവിടെ കൂടുകയാണ്, മഹേന്ദ്രൻ പറഞ്ഞു. പോകുന്ന വഴി എന്നെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഇൻസ്പെക്ടർ ഷീലയോട് ചോദിച്ചു. അതിനെന്താ, അവൾ ചെയ്യും, മഹേന്ദ്രൻ പറഞ്ഞു. ഷീല, നീ പോകുന്ന വഴി സാറിനൊന്ന് ഇറക്കിയേരെ. ഷീല അനുസരിച്ചു. അവൾ കാറിൽ കയറി. ഇൻസ്പെക്ടർ പിൻസീറ്റിൽ കയറി. എന്നാൽ പോയിക്കോ, വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞേക്ക് ഞാനിന്ന് വരില്ലെന്ന്, മഹേന്ദ്രൻ പറഞ്ഞു. കാറ് നീങ്ങി. ഷീലയാണ് കാർ ഓടിക്കുന്നത്. കാർ ഇൻസ്പെക്ടറുടെ താമസ സ്ഥലത്തെത്തി. മിസ് ഷീലയ്ക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറിയിട്ട് പോകാം, വിജയരാഘവൻ പറഞ്ഞു. ഞാൻ ഈ രാത്രിയിൽ സാറിൻ്റെ വീട്ടുകാരെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഷീല പറഞ്ഞു. അതോർത്ത് വിഷമിക്കണ്ട, വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഷീല ഒന്ന് മടിച്ചു. കാറ് മുറ്റത്തേക്ക് കയറ്റിയിടാന്നേ, വിജയരാഘവൻ പറഞ്ഞു. ഷീല കാറ് മുറ്റത്തേക്ക് കയറ്റിയിട്ടു. രണ്ടുപേരും ഇറങ്ങി. വിജയരാഘവൻ താക്കോലെടുത്ത് വാതിൽ തുറന്നു. രണ്ടുപേരും അകത്ത് കിടന്നു. വിജയരാഘവൻ വാതിൽ ചാരി. ഇതൊരു ചെറിയ വീടാ, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അയാൾ അവളെ വീടിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം കാണിച്ചു. അവർ ബെഡ്റൂമിലെത്തി. ഇനി ഞാൻ പോയിക്കോട്ടെ, ഷീല തിടുക്കം അഭിനയിച്ചു. എന്താ എത്ര ധൃതി? വിജയരാഘവൻ അവളുടെ തൊട്ടുമുമ്പിൽ വന്നു നിന്നു. വീട്ടിൽ അന്വേഷിച്ചാലോ? ആരന്വേഷിക്കാൻ? അയാൾ അവളുടെ തോളിൽ കൈവച്ചു. സാർ കണ്ടവനെ മദ്യപിച്ചു. അവളുടെ കൈ കുതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അയാൾ പെട്ടെന്ന് അവളെ വലിച്ചെടുപ്പിച്ചു. ഷീലയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. എന്നെ മറക്കുന്നത് ശരിയാണോ? ഇൻസ്പെക്ടർ അവളെ ബലമായിട്ട് ആശ്ലേഷിച്ചു. ഷീല മെല്ലെ കുതിറി. വിജയരാഘവൻ അവളെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. പതുക്കെ പതുക്കെ അവളുടെ എതിർപ്പ് അലിഞ്ഞില്ലാതായി. അവളെ പെട്ടെന്ന് വികാരവതിയായി. വിജയരാഘവൻ അവളെ കോരിയെടുത്ത് കിടക്കയിൽ കിടത്തി. പിന്നെ കിതപ്പോടെ അവളുടെ മേനിയിലേക്ക് അമർന്നു. ഷീല അയാളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം വഴങ്ങി. ഒരു പുരുഷൻ്റെ കരുത്തിനും ചൂടിനും വേണ്ടി അവൾ കൊതുക്കുകയായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. മാനസികമായി തകർന്ന നിലയിലായിരുന്നെങ്കിലും സുഭദ്രാമ മകനെ രക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനായിരുന്നു ആദ്യത്തെ ശ്രമം. അഡ്വക്കേറ്റ് ശ്രീധര മേനോനെ കണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും വക്കീലതിൽ വലിയ വിശ്വാസം തോന്നിയില്ല. തുറന്നു പറയാലോ, രതീന്ദ്രനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവെക്കുകയുള്ളൂ. അത്ര ശക്തമാണ് തെളിവുകൾ. ജീവപര്യന്തമാക്കി കിട്ടിയാൽ മതിയായിരുന്നു, സുഭദ്രാമ കണ്ണീരോടെ പറഞ്ഞു. നിങ്ങൾ ശ്രമിച്ചു നോക്ക്, എനിക്കിതിലൊന്നും ചെയ്യാനില്ല. സുഭദ്രാമ ഹൈക്കോടതിയിലെ പല വക്കീലുമാരെയും സമീപിച്ചു. കേസ് പഠിച്ച പലരും പറഞ്ഞു രക്ഷയൊന്നും ഇല്ലെന്നാണ്. ഏതായാലും സുഭദ്രാമ അപ്പീൽ കൊടുത്തു. ഒരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കാൻ ഏർപ്പാടാക്കി. കേസ് മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു വർഷം കടന്നുപോയി. ഒടുവിൽ കോടതി വിധി വന്നു. പ്രതി കരുതിക്കുട്ടി കൊല ചെയ്തതാണെന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നതിനാൽ കീഴ്ക്കോടതി വിധി ശരിവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. അതോടെ സുഭദ്രാമയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഒരേ ഒരു മകനാണ്, അവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവൻ തൂക്കുമരത്തിൽ കയറുന്നത് കണ്ടുകൊണ്ട് എങ്ങനെ ജീവിക്കും? ഏതായാലും ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ സുഭദ്രാമ തീരുമാനിച്ചു. അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കോടതി അപ്പീൽ സ്വീകരിച്ചു. കേസിൻ്റെ വാദം ആരംഭിച്ചു. മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയും ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചുകൊണ്ട് ഉത്തരവായി. സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്നെയും ഹർജി. മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ മാതാവ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തകർച്ച മറന്ന് അവർ അതിനായിട്ട് അങ്ങുമിങ്ങും പാഞ്ഞു. പക്ഷേ ശ്രമങ്ങളെല്ലാം വിഫലമായി.
സുപ്രീം കോടതി രതീന്ദ്രൻ്റെ വധശിക്ഷ സ്ഥിരീകരിച്ചു. ഇനി പ്രസിഡന്റിന് ദയാഹർജി നൽകുകയേ മാർഗമുള്ളൂ. പക്ഷേ ആ ശ്രമവും പാഴായി. പ്രസിഡന്റ് രതീന്ദ്രനെ ദയാഹർജി തള്ളി. അതോടെ രതീന്ദ്രനെ തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പായി. അധ്യായം 23. പ്രസിഡന്റ് ദയാഹർജി തള്ളിക്കളഞ്ഞുവെന്നറിഞ്ഞപ്പോൾ സുഭദ്രാമ്മ ബോധമറ്റു വീണു. മകൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു പഴുതും അടഞ്ഞുവെന്ന വാർത്തയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതവരെ അമ്പയെ തകർത്ത് കളഞ്ഞു. മകൻ്റെ ജീവന് വേണ്ടി അവർ ഓടി നടന്നതിന് കണക്കില്ല. മനസ്സും ശരീരവും കണക്കാക്കാതെയുള്ള പാച്ചിലായിരുന്നു. ഒടുവിലത്തെ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കാൻ സുഭദ്രാമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവസാന നാളുകളിൽ മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ആശുപത്രി കിടക്കയിൽ കഴിച്ചുകൂട്ടാനായിരുന്നു അവർക്ക് വിധി. ചിലപ്പോൾ അവർ അടക്കിപ്പിടിച്ച് കരയും, അല്ലെങ്കിൽ കഴിഞ്ഞതൊക്കെ ഓർത്ത് കിടക്കും. എത്ര സന്തോഷമായി കഴിഞ്ഞുകൂടിയ കുടുംബമായിരുന്നു. ഭർത്താവ്, ഏക മകൻ. ഭർത്താവ് നേരത്തെ പോയി. ഇപ്പോൾ മകനും നഷ്ടപ്പെടുന്നു. എന്തൊരു ദുർവിധിയാണ്. തടാകത്തിൽ വീണ് മുങ്ങിച്ചാകാറായ ഒരു പെണ്ണിനെ തൻ്റെ മകൻ രക്ഷിച്ചു. അതാണ് സകലത്തിൻ്റെയും കാരണം. ഒരു ജീവൻ രക്ഷിച്ചപ്പോൾ പകരം എത്ര ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അംബികയുടെ ജീവൻ, ഭർത്താവിൻ്റെ ജീവൻ, ഷിബുവിൻ്റെ ജീവൻ, മകൻ്റെ ജീവൻ, ഒടുവിൽ തൻ്റേതും. അവള്, ആ പെണ്ണ്, തൻ്റെ മകൻ വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റിയ ചുടലയക്ഷി എത്ര ഭയങ്കരയാണ്. ഇത്രയും ജീവിതങ്ങളെ കുരുതി കൊടുത്തിട്ടും അവളുടെ രക്തദാഹം ക്ഷമിച്ചിട്ടില്ല. ഒടുവിൽ രക്ഷിച്ചവൻ്റെ ചോര കുടിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു. ഈ അമ്മയുടെ ശാപം എന്നും നിൻ്റെ മേലുണ്ടാവുമായിരിക്കടി. പേപ്പട്ടി ചാവുന്നതിനേക്കാൾ ഭീകരമായൊരു മരണമായിരിക്കും നിൻ്റേത്. മനം നൊന്ത ഒരു അമ്മയുടെ ശാപമാണിത്. ഇത് ഫലിക്കാതിരിക്കില്ല. രതീന്ദ്രനെ കഴിവിലേറ്റു മുന്നേ എനിക്ക് താൻ മരിച്ചാൽ മതിയെന്നായിരുന്നു. എൻ്റെ ദൈവങ്ങളെ, എനിക്ക് അങ്ങനെ ഒരു വരം തരൂ. എന്നെ അനുഗ്രഹിക്കൂ. ഇതെൻ്റെ മരണക്കിടക്കയാവട്ടെ. ഞാൻ അനേകം പ്രതീക്ഷകളോടെ ലാളിച്ചോമനിച്ച് വളർത്തിയ എൻ്റെ പൊന്നുമകൻ മരണവാർത്ത ഒരിക്കലും എനിക്ക് കേൾക്കാനിടയാകാതിരിക്കട്ടെ. അതിനു മുമ്പ് എൻ്റെ ജീവൻ എടുക്കൂ ദേവി. എന്നാലും എൻ്റെ മകനെ, നിൻ്റെ മുഖം, നീ എന്നെ നോക്കി കുഞ്ഞുനാളിൽ കൊഞ്ചിച്ചിരുന്ന മുഖം, ഞാൻ ചക്കരയുമ്മകൾ കൊണ്ട് മൂടിയ നിൻ്റെ മുഖം ഇനിയൊരിക്കലും എനിക്ക് കാണാനൊക്കില്ലല്ലോ. സുഭദ്രാമ്മ ഏങ്ങലടിച്ച് കരഞ്ഞു. ഈശ്വരൻ അവരുടെ അന്ത്യാഭിലാഷം കേട്ടു. അവരെ അനുഗ്രഹിച്ചു. രോഗക്കിടക്ക അവർക്ക് മരണക്കിടക്കയായി. മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് കിടന്ന അമ്മ ആരും അരികിലില്ലാതിരുന്ന ഒരു രാത്രിയിൽ അന്ത്യശ്വാസം വലിച്ചു. അതിന് 3 ദിവസം മുമ്പ് രതീന്ദ്രന് മരണ വാറണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 7-ാം തീയതി വെളുപ്പിന് 5 മണിക്ക് കോടതി രതീന്ദ്രനെ തൂക്കിക്കൊല്ലും. ഇനി 6 ദിവസമേ ഉള്ളൂ. കണ്ടംപ്റ്റ് സെല്ലിലാണ് രതീന്ദ്രൻ അടച്ചിരിക്കുന്നത്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ സെല്ലാണിത്. പ്രസിഡന്റ് തൻ്റെ ദയാഹർജി തള്ളിക്കളഞ്ഞു എന്നറിഞ്ഞപ്പോൾ മുതൽ രതീന്ദ്രൻ പ്രതീക്ഷ നശിച്ചു കഴിയുകയായിരുന്നു. കണ്ടംപ്റ്റ് സെല്ലിൽ ഏകാന്തത തടവറയ്ക്ക് തുല്യമാണ്. മറ്റാരും സെല്ലിലുണ്ടായിരുന്നില്ല. എപ്പോഴും കനത്ത കാവൽ. തടവുകളുടെ രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും. ഇനി 6 ദിവസം. രതീന്ദ്രൻ ഓർത്തു, ഇവിടെ ഒന്നും രക്ഷപ്പെടലുണ്ടാവില്ല. ജയിൽ ചാടാൻ സഹായിക്കാൻ ആരുമില്ല. ഇന്നു മുതൽ 6ാമത്തെ പുലർച്ചയ്ക്ക് എൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണിരിക്കും. അത് തട്ടി നീക്കാൻ വയ്യ. മരിക്കാൻ ഭയമുണ്ടായിട്ടില്ല. ജനിച്ചാൽ മരിച്ചേ തീരൂ. ഈ ലോകത്തിൻ്റെ ഭൗതിക സുഖത്തിന് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹമില്ല. ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയും തൻ്റെ കുടുംബത്തെയും തകർത്തവരുടെ പ്രതികാരം ചെയ്യുക. ആഗ്രഹം നടപ്പാവുകയില്ല. ഉള്ളിൽ കത്തിയെരിയുന്ന പ്രതികാരദാഹവുമായി കഴുമരത്തിൽ കീഴടങ്ങണം. അതാണ് ദുഃഖം. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കെയാണ് അമ്മയുടെ മരണവാർത്ത അറിഞ്ഞത്. തടവറയ്ക്കുള്ളിലിരുന്ന് രതീന്ദ്രൻ പൊട്ടിക്കരഞ്ഞു. അമ്മയുടെ മരണവാർത്ത അയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അമ്മ, ഈ മകനോട് ക്ഷമിക്കൂ. ഈ മകൻ മൂലം അമ്മയ്ക്ക് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. എനിക്ക് മാപ്പ് തരൂ. അയാളുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് കുതിച്ചൊഴുകി. എൻ്റെ കുടുംബം ഈ ഭൂമുഖത്തു നിന്നും പാടെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. തന്നെ കൊലമരത്തിൽ നിന്നും രക്ഷിക്കാൻ അമ്മ വളരെയധികം ശ്രമിച്ചു. പൊന്നു മകനെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അമ്മയ്ക്ക്. അതൊന്നും സഫലമായില്ല. മകൻ കൊലമരത്തിൽ കയറുന്നത് കാണാനുള്ള കരുത്ത് അമ്മയ്ക്കുണ്ടായിരുന്നില്ല. ഏകപുത്രൻ തൂക്കിക്കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ടും നീറി അമ്മ മരിച്ചു. ഇനിയൊരിക്കലും എനിക്ക് എൻ്റെ അമ്മയെ കാണാനൊക്കില്ല. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? തൻ്റെ കുടുംബം തകർത്തവൻ. സമൂഹത്തിൽ മാന്യനായി ഞെളിഞ്ഞു നടക്കുന്നു. അവനെ നശിപ്പിക്കാൻ ഈ മകന് കഴിയാതെ പോയല്ലോ അമ്മേ.
അയാളെ ദയനീയമായിട്ട് വിലപിച്ചു. അന്ന് തന്നെ രതീന്ദ്രനെ അഡ്വക്കേറ്റ് അയാളെ കാണാനെത്തി. ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കണം, ഇതിലൊരു ഒപ്പിട്. വാർഡൻ്റെ സാന്നിധ്യത്തിൽ അയാൾ രതീന്ദ്രനോട് പറഞ്ഞു. ഇനി എന്തിനാണ് ഹർജി? വധശിക്ഷ നടപ്പിലാക്കുന്ന തീയതി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അമ്മ മരിച്ചില്ലേ, ശവസംസ്കാരം ആര് നടത്തും? ശേഷക്രിയകൾ ആര് നടത്തും? എല്ലാറ്റിനും രതീന്ദ്രനല്ലേ ഉള്ളൂ. അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി ശേഷക്രിയകൾ നടത്താനുള്ള ഏക മകൻ്റെ മതപരവും മൗലികവുമായ അവകാശം അനുവദിച്ചു കിട്ടണമെന്നാണ് ഹർജിയിൽ. സുഭദ്രാമ്മയുടെ മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അഡ്വക്കേറ്റ് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യത രതീന്ദ്രൻ മനസ്സിലായത്. അമ്മയുടെ ശേഷക്രിയകൾ ചെയ്യാൻ ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അതിനുള്ള അവകാശം നിഷേധിക്കാൻ കോടതിക്ക് എങ്ങനെ കഴിയും? രതീന്ദ്രൻ ഹർജിയിൽ ഒപ്പിട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് ഉടനെ തന്നെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കോടതി പ്രസ്തുത ഹർജിയുടെ സാധ്യത പരിശോധിച്ചതിന് ശേഷം ഫയലിൽ സ്വീകരിച്ചു. ഹർജിയുടെ വാദം പിറ്റേന്നത്തേക്ക് നിശ്ചയിക്കുകയും ചെയ്തു. രതീന്ദ്രൻ ആകാംക്ഷയോടെയാണ് സെല്ലിനുള്ളിൽ കഴിഞ്ഞത്. ഹർജിയുടെ ഫലം അറിയാൻ അയാൾ കാത്തിരുന്നു. ഹർജി പരിഗണിച്ചാൽ തനിക്ക് ആയുസ് നീട്ടിക്കിട്ടും. രക്ഷപ്പെടാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടാം. അതേസമയം ഹർജി തള്ളപ്പെടുകയാണെങ്കിൽ നാളെ വെളുപ്പിന് താൻ തൂക്കിലേറ്റപ്പെടും. വൈകുന്നേരത്തോടെ അഡ്വക്കേറ്റ് എത്തി. രതീന്ദ്രനെ കണ്ടു. അയാളുടെ മുഖം കണ്ടപ്പോഴേ രതീന്ദ്രന് കാര്യം മനസ്സിലായി. രതീന്ദ്രൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ 2 മാസത്തേക്ക് നീട്ടിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. കോടതി ഉത്തരവ് കാണിച്ചുകൊണ്ട് വക്കീൽ പറഞ്ഞു, ഞാനിത് ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. വക്കീൽ പോയി. രതീന്ദ്രന് നന്ദി പറയാൻ പോലും സമയം കിട്ടിയില്ല. അയാൾ സന്തോഷം കൊണ്ട് മതി പറന്നു പോയിരിക്കുന്നു. അന്ന് രാത്രി തന്നെ രവീന്ദ്രന് അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളാൻ അനുമതി ലഭിച്ചു. കനത്ത പോലീസ് കാവലോടെ അയാൾ ഹോസ്പിറ്റലിലെത്തി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമ്മയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. ചിതയൊരുക്കി. കൈവിലങ്ങുകളുടെ അയാൾ ചിതക്കരികിലെത്തി. ശവസംസ്കാര ചടങ്ങിൽ വേണ്ടപ്പെട്ടവരല്ലാതെ കൂടുതൽ ആളുകൾ സംബന്ധിക്കാൻ പോലീസ് അനുവദിച്ചില്ല. അധികം വൈകാതെ തൂക്കിക്കൊല്ലേണ്ട തടവ് പുള്ളിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാളെ രക്ഷപ്പെടാതെയും ആരും രക്ഷപ്പെടുത്താതെയും നോക്കേണ്ട ചുമതല പോലീസിനാണ്. സുഭദ്രാമ്മയുടെ മൃതദേഹം ചിതയിൽ വയ്ക്കപ്പെട്ടു. രതീന്ദ്രൻ അമ്മയ്ക്കരികിൽ മുട്ടുകുത്തി നിന്നു. അമ്മയുടെ തണുത്ത മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ കുനിഞ്ഞു നിന്ന് നെറ്റിയിൽ ചുംബിച്ചു. 100 ഉമ്മകൾ നൽകി തന്നെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മകൻ്റെ അന്ത്യചുംബനം. രതീന്ദ്രൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ കണങ്ങൾ അടർന്നു അമ്മയുടെ മരവിച്ച കവിളുകളിൽ വീണ് ചിന്നിച്ചിതറി. ചിതയ്ക്ക് തീ കൊളുത്താൻ നേരത്ത് കൈവിലങ്ങൾ അഴിച്ചു മാറ്റപ്പെട്ടു. രതീന്ദ്രൻ ചിതയ്ക്ക് തീ കൊളുത്തി. തീ ആളിപ്പടർന്നു. ഓടി രക്ഷപ്പെടാൻ വല്ല പഴുതുകൊണ്ടോ എന്ന് അയാൾ പാളി നോക്കി. ഇല്ല, ചുറ്റോട് ചുറ്റിലും തോക്കുധാരികളായ പോലീസുകാരാണ്. അവർ തനിക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചിരിക്കുന്നു. ചിത കത്തി ഒതുങ്ങുന്നതോടെ രതീന്ദ്രൻ്റെ കൈകളിൽ വീണ്ടും വിലങ്ങു വീണു. അമ്മേ, ഒരു വഴികാട്ടിത്തരൂ. അയാളെ മൂകമായിട്ട് കേണു. നമ്മുടെ കുടുംബം തകർത്തവരോട് പ്രതികാരം ചെയ്യാൻ ഒരു മാർഗം കാണിച്ചു തരൂ. കണ്ണുകൾ അടച്ച് കൈകൂപ്പി നിൽക്കെ രതീന്ദ്രൻ്റെ മനസ്സിൽ ഒരാശയം തെളിഞ്ഞു വന്നു. അമ്മ മനസ്സിൽ വന്നിരുന്ന് മന്ത്രിച്ചതുപോലെയാണ് തോന്നിയത്. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി. അധ്യായം 24. കണ്ണുകൾ അടച്ച് ധ്യാനത്തിലെന്ന വണ്ണം നിന്ന രവീന്ദ്രനോട് ഒരു പോലീസുകാരൻ പറഞ്ഞു, തീർന്നില്ലേ, നടക്ക്. അവൻ രതീന്ദ്രനെ വാനിൻ്റെ അടുത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. രതീന്ദ്രൻ അനുസരണയോടെ വാനിൽ കയറി. പിന്നാലെ പോലീസുകാരും. വാനിൻ്റെ വാതിലടഞ്ഞു. അത് നേരെ ജയിലിലേക്ക് പാഞ്ഞു. ജയിലിലെത്തി. ജയിലധികൃതർ അയാളെ കണ്ടന്റ് സെല്ലിൽ അടച്ചു. രവീന്ദ്രൻ തന്നെ അഡ്വക്കേറ്റിനെ കാണണമെന്ന് ജയിലറോട് ആവശ്യപ്പെട്ടു. ജയിലധികൃതർ അനുവദിച്ചു. രതീന്ദ്രൻ്റെ അഡ്വക്കേറ്റ് എത്തി. എൻ്റെ അമ്മയുടെ ശേഷക്രിയകൾ യഥാവിധി നടത്താൻ കോടതി എനിക്ക് അനുവാദം തന്നിട്ടില്ലേ? രതീന്ദ്രൻ ചോദിച്ചു. ഉണ്ടല്ലോ. അമ്മയുടെ ചിതാഭസ്മം പുണ്യനദിയായ ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നായിരുന്നു അമ്മയുടെ അഭിലാഷം. ജയിലധികൃതർ എന്നെ അതിന് അനുവദിക്കുമോ? അനുവദിച്ചേ പറ്റൂ. കോടതി അനുവാദം തന്നിട്ടുള്ളതല്ലേ. എന്നാൽ ജയിലധികൃതരെ സമീപിച്ച് എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണം. അത് ഞാൻ ഏറ്റു. അഡ്വക്കേറ്റ് ജയിൽ സൂപ്രണ്ടിനെ സമീപിച്ചു. രതീന്ദ്രൻ്റെ ആവശ്യം അറിയിച്ചു. ജയിൽ സൂപ്രണ്ട് അല്പനേരം ആലോചിച്ചു. കോടതി അനുവദിച്ചിട്ടുള്ളതല്ലേ, ശരി, അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം. മരിക്കാൻ പോകുന്നവനല്ലേ. സൂപ്രണ്ട് സമ്മതിച്ചു. രതീന്ദ്രൻ അളവറ്റ് സന്തോഷിച്ചു. ആചാരപ്രകാരമുള്ള ശേഷക്രിയകൾ നടത്തേണ്ട ദിവസം ജയിൽ അധികൃതർ രതീന്ദ്രനെ കനത്ത കാവലോടുകൂടി ജയിലിന് വെളിയിലിറക്കി. ചിതയിൽ നിന്നും അമ്മയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ശേഖരിച്ച് നിലാനദിയിൽ നിമജ്ജനം ചെയ്യാൻ വേണ്ടി രതീന്ദ്രൻ പോലീസ് വാനിൽ യാത്ര തിരിച്ചു. ഭാരതപ്പുഴയിൽ തിരുനാവായ സ്നാനഘട്ടത്തിൽ ശേഷക്രിയകൾ ചെയ്യണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. രതീന്ദ്രൻ ജയിലധികൃതരെ അറിയിച്ചു.
അവർ തിരുനാവായിലെത്തി. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ശേഷക്രിയകളെല്ലാം നടന്നത്. ഭൗതികാവശിഷ്ടം നിറച്ച മൺകുടം പുഴയിലൊഴുക്കാൻ നേരത്ത് ജയിലധികൃതർ രവീന്ദ്രൻ്റെ കൈവിരങ്ങൾ അഴിച്ചുമാറ്റി. രവീന്ദ്രൻ കുടവുമായിട്ട് പുഴയിലേക്ക് ഇറങ്ങി. അയാൾ ഓട്ടക്കണ്ണിട്ട് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. സായുധ പോലീസ് എന്തിനും തയ്യാറായി കാവൽ നിൽക്കുകയാണ്. രവീന്ദ്രൻ അരയപ്പം ആഴത്തിലേക്കിറങ്ങി. പിന്നെ നെഞ്ചപ്പം, ഇപ്പൊ ചുമലോളം വെള്ളം. അമ്മേ, ശക്തി തരണേ, കാക്കണേ. മതി, അവിടെ നിന്നുള്ള ക്രിയകളൊക്കെ മതി, ജയിലുദ്യോഗസ്ഥർ കർശനമായി പറഞ്ഞു. രവീന്ദ്രൻ വെള്ളത്തിൽ മുങ്ങി. പെട്ടെന്നുയർന്നു, വീണ്ടും മുങ്ങി, പിന്നെയും പൊങ്ങി. ശരിക്കും ശ്വാസം വലിച്ചെടുത്തു. ഒരിക്കൽ കൂടി മുങ്ങി. ആദ്യത്തെ 2 തവണ മുങ്ങിയപ്പോഴും ശരീരം വെള്ളത്തിൽ കാണാമായിരുന്നു. അരയപ്പം വെള്ളത്തിൽ വരെ പോലീസ് ഇറങ്ങിച്ചെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. 3ാമത്തെ തവണ മുങ്ങിയ രവീന്ദ്രൻ്റെ ശരീരം വെള്ളത്തിൽ താണ് നോക്കി നിൽക്കുന്നവർക്ക് കാണാൻ വയ്യാതായി. 1, 2, 3, 4 നിമിഷങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. വെള്ളത്തിൽ മുങ്ങിയ രവീന്ദ്രൻ പൊങ്ങുന്നില്ല. അയാൾ ഒന്നും കാണുന്നില്ല. കഴിവേറി ചതച്ചോ? ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ജയിലുദ്യോഗസ്ഥൻ അലറി. രവീന്ദ്രൻ മുങ്ങിയിടത്തേക്ക് പോലീസുകാർ ചാടി വീണു. അവർ ആ ഭാഗങ്ങളിലെല്ലാം മുങ്ങിത്തപ്പി. രവീന്ദ്രനെ കാണാനില്ല. പോലീസ് വെള്ളത്തിൽ അവിടെ ഇവിടെയായിട്ട് ഫയർ ചെയ്തു. വെടിയുണ്ടകൾ വെള്ളത്തിൽ തറയ്ക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. അവനെ വിടരുത്, വിടരുത്. പോലീസുകാരെല്ലാം വെള്ളത്തിലിറങ്ങി. അവരങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നു. കാലുകൊണ്ടും കൈകൊണ്ടും മുങ്ങിത്തപ്പുന്നു. അല്പം കലങ്ങിയ വെള്ളമാണ്. മഴക്കാലമായതിനാൽ നല്ല ഒഴുക്കും. ചിലയിടങ്ങളിൽ നല്ല ആഴമുണ്ട്. രവീന്ദ്രൻ്റെ തല വെള്ളത്തിന് മീതെ എവിടെയെങ്കിലും പൊന്തുന്നത് കണ്ടാലുടൻ വെടിവെക്കാൻ തയ്യാറായി പോലീസുകാർ റൈഫിളും നീട്ടിപ്പിടിച്ചു നിന്നു. പക്ഷെ എങ്ങും രവീന്ദ്രൻ്റെ തല പൊങ്ങുന്നതായിട്ട് കണ്ടില്ല. ജയിലധികൃതർക്കും കാവൽ പോലീസിനും വിളറി പിടിച്ചു. കണ്ടു നിന്നവരെല്ലാം അവർ തല്ലി. നോക്കി നിൽക്കാതെ വെള്ളത്തിൽ ചാടി തപ്പട. ചടങ്ങുകൾ നടത്താൻ വന്ന പോറ്റിക്കും കിട്ടിയാടി. നീന്തൽ അറിയുന്നവരും അറിയാത്തവരും വെള്ളത്തിൽ ചാടി. നീന്തൽ അറിയാത്തവർ അരയോളം വെള്ളത്തിൽ മുങ്ങിത്തപ്പി. നീന്തൽ അറിയാവുന്നവർ ആഴങ്ങൾ തേടി കുതിച്ചു. രവീന്ദ്രൻ്റെ പൊടി പോലെ എങ്ങുമില്ല. കുറച്ച് പോലീസുകാർ കരയിലൂടെ താഴേക്കൂടി. കുറേ പേർ മുകളിലേക്കും. മുങ്ങിയവൻ എവിടെയെങ്കിലും പൊങ്ങാതിരിക്കില്ലല്ലോ, അവിടെ ഇട്ട് പിടിക്കണം. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലപ്പുള്ളി മുങ്ങിയതറിഞ്ഞ് ആളുകൾ ഓടിക്കൂടി. നാട്ടുകാരെല്ലാം സഹകരിച്ച് തെരച്ചിൽ തുറന്നു. ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് സന്ദേശങ്ങൾ പാഞ്ഞു. എല്ലാ സ്റ്റേഷൻ അതിർത്തികളും സീൽ ചെയ്യുക. പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കർശനമായിട്ട് പരിശോധിക്കുക. പോലീസ് ജാഗരൂകരായി. വാഹനങ്ങളും പുഴയുടെ കരകളുമുള്ള വീടുകളും പുരയിടങ്ങളും എല്ലാം പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു. രവീന്ദ്രനെ മാത്രം കണ്ടുകിട്ടിയില്ല. രവീന്ദ്രൻ ഒഴുക്കിൽപ്പെട്ടു പോയതാണോ എന്ന് സംശയിച്ചവരുണ്ടായിരുന്നു. മുങ്ങിയപ്പോൾ രവീന്ദ്രനെ അടിയൊഴുക്ക് വലിച്ചുകൊണ്ടുപോയതാകാം. അയാൾ മുങ്ങി മരിച്ചിരിക്കാം. ജഡം വെള്ളത്തിനടിയിലോ വേടുകളിലോ പാറയുള്ളുകളിലോ കുടുങ്ങിപ്പോയതായിരിക്കാം. സാധ്യതകൾ ഏറെയാണ്. പോലീസും ജയിലധികൃതരും ഇതേക്കുറിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. രാത്രിയായി. അതോടെ തെരച്ചിലിൻ്റെ ഊറ്റം കുറഞ്ഞു. ജയിലധികൃതരും പോലീസുകാരും അവിടെ തന്നെ ക്യാമ്പ് ചെയ്തു. നേരം വെളുത്താലുടൻ തെരച്ചിൽ ഊർജിതമാക്കണം. ഒഴുകിപ്പോയതാണെങ്കിൽ രവീന്ദ്രൻ ജഡമെങ്കിലും കണ്ടെത്തണം. മേലധികാരികളോട് സമാധാനം പറയണമല്ലോ. അധികൃതർ തലപുകഞ്ഞാലോചിച്ചു. രവീന്ദ്രൻ രക്ഷപ്പെട്ടു എന്ന് വരുന്നത് തങ്ങൾക്ക് അപകടമാണ്. കുറ്റകരമായ അനാസ്ഥയെ ചൊല്ലി മേലധികാരികളിൽ നിന്നും ശിക്ഷണ നടപടികളുണ്ടാവും. പ്രതിഫലം പറ്റിക്കൊണ്ട് രവീന്ദ്രനെ രക്ഷപ്പെടുത്താൻ അവസരം കൊടുത്തുവെന്ന് ആരോപണം പോലും ഉണ്ടാവും. രവീന്ദ്രൻ അബദ്ധവശാലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നന്നെന്ന് ജയിലുദ്യോഗസ്ഥർക്ക് തോന്നി. അതിന് സാധ്യതയുണ്ടല്ലോ. പുഴയിലിറങ്ങിയ രവീന്ദ്രനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു. പത്രങ്ങൾ അങ്ങനെയാണ് വാർത്ത നൽകിയത്. പിറ്റേന്നത്തെ പത്രങ്ങളിൽ രവീന്ദ്രൻ്റെ ഫോട്ടോ സഹിതം വലിയ പ്രാധാന്യത്തോടെ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. അടുത്ത വലിയ സന്നാഹങ്ങളോടെ പോലീസ് തെരച്ചിൽ നടത്തി. പക്ഷേ രവീന്ദ്രനെ കണ്ടെത്താനായില്ല. രാത്രി. കോരിച്ചെരിയുന്ന മഴ. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച പേമാരിയാണ്. പല ഗ്രാമങ്ങളും വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിലാണ്. തെങ്ങിൻ തോപ്പിലും വയലുകളിലും അരയപ്പം വെള്ളം. രവീന്ദ്രൻ വയലിൽ വെള്ളത്തിലൂടെ നടന്നുകൊണ്ടിരുന്നു. അയാൾ തീരെ അവശനായിരുന്നു. പലപ്പോഴും വേച്ച് വീഴാൻ പോയി. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഇപ്പോൾ കലശലായ പനിയും പിടികൂടിയിരിക്കുന്നു. ഈ രാത്രിയിൽ എവിടെയെങ്കിലും അഭയം കണ്ടെത്തിയേ തീരൂ. പക്ഷെ എവിടെ? കൊലപ്പുള്ളിക്ക് ആരഭയം കൊടുക്കും? പത്രങ്ങളിലെല്ലാം ഫോട്ടോ സഹിതം വാർത്ത വന്നു കാണുമല്ലോ. വിശാലമായ തെങ്ങിൻ തോപ്പ്. ഒരൊറ്റ വീട് പോലും കാണാനില്ല. അയാൾ നടപ്പ് തുറന്നു. കുറേ ദൂരം ചെന്നപ്പോൾ തെങ്ങിൻ തോപ്പിനും അപ്പുറം കുറച്ചുയർന്ന് കാണപ്പെട്ട ഒരു ഭാഗത്ത് വെളിച്ചം കണ്ടു.
അതൊരു വീടായിരിക്കും. ഏതായാലും അങ്ങോട്ട് പോകാം. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ. രതീന്ദ്രൻ വെളിച്ചം കണ്ട ഭാഗം ലക്ഷ്യമാക്കി നടന്നു. ഗ്രാമത്തിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയായിരുന്നു അത്. അയാൾ വളരെ പഴക്കം തോന്നിക്കുന്ന ജീർണിച്ചു തുടങ്ങിയ ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്തെത്തി. മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശമേ ഉള്ളൂ വീട്ടിൽ. വാതിൽ മുട്ടി വിളിച്ചാലോ? അത് വേണ്ട, ആപത്താകും. രതീന്ദ്രൻ വീടിന് ചുറ്റും നടന്നു. ജനാലയുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. പ്രായം ചെന്ന ഒരാൾ കട്ടിലിൽ അനങ്ങാതെ മൂടിപ്പൊതിച്ച് കിടക്കുന്നു. പിന്നെ ഒരു യുവതിയെയും കണ്ടു. കാണാൻ അഴകുള്ള ഒരു പെണ്ണ്. അവൾ അടുക്കളയിൽ എന്തോ ധൃതി പിടിച്ച പണിയിലാണ്. ആ വീടും ചുറ്റുപാടും കണ്ടതിൽ നിന്നും രതീന്ദ്രന് കാര്യം മനസ്സിലായി. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരാണിവർ. ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് ജീർണിച്ച ആ ഭവനം തന്നെ. രതീന്ദ്രൻ ചാരിയിട്ടിരുന്ന പിൻവാതിലിലെത്തി. അത് മെല്ലെ തുറന്ന് അകത്ത് കടന്നു. അയാൾ പമ്മിപ്പതുങ്ങി യുവതിയുടെ പിറകിലെത്തി. അടുപ്പിലിരിക്കുന്നതെന്തോ അവളെ തവി കൊണ്ട് ഇളക്കുകയായിരുന്നു. രതീന്ദ്രൻ സർവ്വ കരുത്തെടുത്ത് അവളെ വട്ടം പിടിച്ചു. മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. അയാളെ പല്ലുറുമി. യുവതി ഒന്നും നിലവിളിച്ചു. രതീന്ദ്രൻ അവളുടെ വായി പൊത്തി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈം.